കോഴിക്കോട് പാളയം കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ബിന്ദു കസ്റ്റഡിയിലായി. കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമെന്നും പ്രതിക്ക് നേരത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകൾ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇപ്പോൾ വിവരങ്ങളുമായി അരുൺ PJ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. അരുൺ, ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളെ, അതായത് അദ്ദേഹത്തിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? അവന്തിക, ഈ കോട്ടയം പാളയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബിജു, യുവാവിൻ്റെ പാളയം സ്വദേശി ബിജു ആണ്. ഇദ്ദേഹത്തിന് 42 വയസ്സാണുള്ളത്. അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിൽ, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന ഒറ്റമുറി കിടപ്പുമുറിയിൽ അദ്ദേഹം മരിച്ച നിലയിൽ അദ്ദേഹത്തെ കാണുകയുണ്ടായിരുന്നു. ശരീരത്തിലാകെ മുറിവേറ്റ് ചോര വാർന്നു ഒലിക്കുന്ന അവസ്ഥയിലായിരുന്നു ബിജുവിൻ്റെ മൃതദേഹം വീട്ടുകാർ കണ്ടത്. ഇദ്ദേഹം ക്ഷീരകർഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് കോയമ്പത്തൂരിലേക്ക് പോയതിനാൽ രാവിലെ കറവയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി അമ്മ എത്തിയപ്പോഴാണ് ബിജു ഇങ്ങനെ രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അന്ന് വലിയ രീതിയിലുള്ള ഈ ആരോപണങ്ങളെല്ലാം ബന്ധുക്കൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം സമീപത്തുള്ള ലഹരി മാഫിയയുമെല്ലാം ആയുമായിട്ടെല്ലാം നിരന്തരം തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നേരത്തെ തന്നെ ഈ സംഘങ്ങളുമായി യുവാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം ഈ ലഹരി മാഫിയയിലേക്കും ഉയർന്നിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ബിജുവിൻ്റെ ബന്ധുവിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് 22 വയസ്സോളം പ്രായമുണ്ട്. സംശയിക്കുന്നതാണ് ഇപ്പോൾ പ്രാഥമിക സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസബ പോലീസ് ഈ ഒരു ബന്ധുവായ 22-കാരനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി മുതൽ ഇയാളെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് പോലീസ്. ഇയാളുടെ CCTV ഇതുമായി ബന്ധപ്പെട്ട് കസബ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു കസബ പോലീസ് ഈ 22 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. എന്തായാലും പ്രാഥമികമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 22 വയസ്സുകാരനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ലഹരി മാഫിയയുമായുള്ള പ്രശ്നം, ബിജുവിന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ എന്തായാലും പോലീസ് വില കുറച്ച് കാണുന്നില്ല. അതിനെ അടിസ്ഥാനമാക്കിയും ഇപ്പോഴും ചർച്ച നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മറ്റു വിവിധ നാട്ടുകാരുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ലഹരി മാഫിയയുമായി ഉണ്ടായുള്ള തർക്കവും സംഘർഷത്തും ഈ ബിജു പലപ്പോഴും പ്രശ്നം ഉണ്ടായതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഈ 22 വയസ്സുകാരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹം പ്രതിയാണെന്ന് തെളിഞ്ഞാൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും നേരിട്ടുള്ള ബന്ധം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ അറസ്റ്റിലേക്ക് പോകുന്ന നടപടികളിലേക്ക് പോകും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവം. കാരണം 45ഓളം മുറിവാണ് ഈ ബിജുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അതുമൂലമുണ്ടായ രക്തം വാർന്നാണ് ഇദ്ദേഹം മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫോറൻസിക് വിദഗ്ധരും ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റും വകുപ്പുകളും കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡും ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അവന്തിക.